സുധേ, എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഒരു വലിയ അപകടത്തിൽ നിന്നാ തിരിച്ചു വന്നിരിക്കുന്നത്. ഇനിയുള്ള കാലമെങ്കിലും സമാധാനമായിട്ട് ജീവിക്കും. മറ്റുള്ളവർക്കും സമാധാനം കൊടുക്കും. ഇനി അങ്ങോട്ട് സമാധാനമായി ജീവിക്കണമെന്ന് തന്നെയാ എന്റെ തീരുമാനം. പക്ഷേ എങ്ങനെ ജീവിക്കും? എനിക്കൊരു വീടില്ല സുധേ. അപ്പോ എവിടെ കഴിഞ്ഞിരുന്നേ? എവിടെയാ കഴിഞ്ഞിരുന്നെന്ന് ചോദിച്ചാ, ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞിട്ടുണ്ട്, കടത്തിനെ കഴിഞ്ഞിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇതൊക്കെയാ എന്റെ വീടുകൾ. ബസ് സ്റ്റാൻഡിൽ തുണി വിരിച്ചു കിടക്കും. ഒന്നുറങ്ങി വരുമ്പോൾ പോലീസ് വന്ന് അടിച്ചുണർത്തും. അവിടുന്ന് ഓടിച്ചുവിടും. ഏതെങ്കിലും കടത്തിടയിൽ ചെന്ന് കിടക്കും. അവിടുന്ന് ആട്ടിപ്പായിക്കും. ഉണർന്നും ഉറങ്ങിയും ഓടിയുമൊക്കെയാ എന്റെ ഓരോ രാത്രിയും കഴിഞ്ഞിരുന്നത്. ബാലു, നമുക്ക് റൂംസിലൊന്ന് നോക്കാം. കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ PRO ചെന്ന് കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. നമുക്ക് ആ ബ്ലോക്കിലൂടെ ഒന്ന് നോക്കാം. വാ. പെരുവഴിയാധാരം എന്ന് പറയാറില്ലേ? ആ പ്രയോഗത്തിന്റെ അർത്ഥം ഇപ്പോഴായിരിക്കും പൂർണ്ണമായി മനസ്സിലായത്. ഞാൻ പെരുവഴിയാധാരമാ സുധേ. ഇപ്പോ എത്രയോ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു മുറിയിൽ ഇറങ്ങുന്നത് ദാ ഇവിടെയാ, ഈ ആശുപത്രി മുറിയില്ല. ഒരു കാര്യം ചെയ്യാം. ഏതെങ്കിലും ലോഡ്ജിൽ ഒരു മുറി അന്വേഷിക്കാം. അല്ലെങ്കിൽ ചെറിയ വീട് ഏതെങ്കിലും നോക്കാം. അല്ലെങ്കിലും ജയിലിൽ കിടന്നവന് ആരെങ്കിലും താമസിക്കാൻ ഇടം കൊടുക്കുമോ? ഒരു തടവുകാരനോട് ആരെങ്കിലും അനുകമ്പ കാണിക്കുന്നെങ്കിൽ അതവന്റെ ഭാര്യ മാത്രമായിരിക്കും. പിന്നെ അവന്റെ അമ്മയും. എനിക്ക് അമ്മയില്ല. ഇനി ഒരേ ഒരാശ്രയം എന്റെ ഭാര്യ മാത്രമാണ്. എന്റെ ഭാര്യയിൽ നിന്ന് മാത്രമേ എനിക്കിനി കരുണ പ്രതീക്ഷിക്കാൻ പറ്റൂ. ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വന്നോട്ടെ സുധേ. ഞാൻ നിന്നെ ഒരു പ്രതിസന്ധിയിലാക്കുകയല്ല. എന്തോ ജീവിക്കാൻ വല്ലാത്ത കൊതി തോന്നുകയാ സുധേ. ശിഷ്ടകാലം ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ശാന്തമായി ജീവിച്ച് സമാധാനത്തോടെ കണ്ണടയ്ക്കുക. അതിനപ്പുറം ജീവിതത്തിൽ ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഇല്ല. ഇനി എനിക്ക് ബസ് സ്റ്റാൻഡിലും കടത്തിടയിലുമായി ഓടാൻ വയ്യ സുധേ. ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വരട്ടെ? ഉറപ്പാ, നമ്മളിന്ന് മറച്ചു പിടിക്കുന്ന എന്തോ ഒരു രഹസ്യം അമ്മയ്ക്കുണ്ട്. അമ്മയെ കാണുന്നില്ലല്ലോ. നമുക്കതേ അവിടെയും കൂടെ ഒന്ന് നോക്കാം. അത് ഒബ്സർവേഷൻ ICU അല്ലേ? അവിടെയും കൂടെ ഒന്ന് നോക്കാം. അമ്മ വേറെ എവിടെയും കണ്ടില്ലല്ലോ. ശരി, വാ. സുധേ, നിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം.
സിറ്റി ഹോസ്പിറ്റലിൽ നിന്നോ? അവിടെ നിന്ന് എന്തിനാ വിളിക്കുന്നത്? അവിടെ ക്യാൻറ്റീനില് കോൺട്രാക്ട് ഉണ്ട്. അവര് അതിനു വേണ്ടി വിളിക്കുന്നതായിരിക്കും. ബാലു, അച്ഛൻ മുറിയില് അമ്മയോടൊപ്പം നിൽക്കുന്നത് എന്റെ അച്ഛനാ. വേണ്ട, ബാലു, അച്ഛൻ മരിച്ചുപോയെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്താ ഇത്? എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ ഒന്നും അറിയില്ല. അപ്പോ ഈ രഹസ്യ അമ്മ നമ്മളിൽ നിന്ന് ഇതുവരെ ഒളിപ്പിച്ചിരുന്നത്. അമ്മയ്ക്ക് അറിയാമായിരുന്നു അച്ഛൻ ജീവിച്ചിരിക്കുകയാണെന്ന്. ആ പിള്ള അന്ന് കണ്ടത് അച്ഛനെ തന്നെയായിരിക്കും. രണ്ട് ദിവസത്തിന് മുമ്പ് ഇവിടുന്ന് ഒരുത്തൻ ഇറങ്ങിപ്പോയത് അവൻ ആരാ? മാസ്കം വെച്ച് മുഖം മറിച്ച് പോയവൻ. അച്ഛനെ ആയിരിക്കുമെന്നല്ല, അച്ഛൻ തന്നെയാണ്. അച്ഛനപ്പോ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അമ്മയും അച്ഛനും ചേർന്ന് നമ്മളെ ഇത്രയും കാലം ചതിക്കുകയായിരുന്നു. കുറെ കാലമായി അമ്മയുടെ രീതികളിൽ വന്ന മാറ്റത്തിന്റെ കാരണം ഇതായിരുന്നു. കാറ്ററിംഗിൽ ശ്രദ്ധിക്കാതായതും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യം കാണിക്കുന്നതും ഒക്കെ എന്തിനായിരുന്നുവെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ജയിലിൽ വെച്ച് തീ പിടിച്ച് മരിച്ചു എന്ന് കരുതിയ ആൾ ജീവനോടെ ചെറിയൊരു പോറല് പോലും ഇല്ലാതെ മുമ്പേ എങ്ങനെയായിരുന്നോ അതുപോലെ ദേ വന്നു നിൽക്കുന്നു. ഇത്രയും വലിയൊരു രഹസ്യം അമ്മ നമ്മളെ അറിയിക്കാതെ സൂക്ഷിച്ചു. ചതി തന്നെയാ. അമ്മയും കൂടെ ചേർന്ന് നമ്മളെ ചതിക്കുമായിരുന്നു. എന്താ ബാലു, ആരെ വിളിക്കാൻ പോന്നെ? പോലീസിനെ. അകത്തുള്ള ആ മനുഷ്യന്റെ പുറകിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നമ്മളെയും പോലീസിനെയും പറ്റിച്ചു നിൽക്കുന്ന ആളാ. ചിലപ്പോ പോലീസ് അന്വേഷിക്കുന്നുണ്ടാവും. പോലീസിനെ അറിയിക്കണം. ഏയ് നിക്ക് ബാലു, പോലീസിനെ അറിയിക്കല്ല. ആദ്യം നമ്മൾ കാര്യങ്ങൾ അറിയാണ് വേണ്ടത്. വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അടുത്ത എന്ത് വേണമെന്ന് തീരുമാനിക്കാം. പോലീസിനെ അറിയിക്കണമെങ്കിൽ അപ്പൊ പോലീസിനെ അറിയിക്കാം. നന്നായി, വളരെ നന്നായി. ഇനിയും ഞങ്ങളിന്ന് എന്തൊക്കെ കാര്യങ്ങളാ മറച്ചു വെച്ചിട്ടുള്ളത്. ചോദിച്ചത് കേട്ടില്ലേ? ഇനിയും ഞങ്ങൾ ഇന്ന് എന്തൊക്കെയാ മറച്ചു വെച്ചിട്ടുള്ളതെന്ന്. മോനെ ബാലു, മിണ്ടരുത്. നിങ്ങളോടൊന്നും ചോദിച്ചില്ല. മരിച്ചുവെന്ന് കരുതിയ ആള് ഇപ്പൊ ജീവനോടെ വന്നിരിക്കുക. പറ്റിപ്പുകാരനാണെന്ന് അറിയായിരുന്നു. ഭാര്യയെയും മക്കളെയും നാട്ടുകാരെയും ഒക്കെ പറ്റിച്ചിരുന്നു എന്നും അറിയാം. പക്ഷേ ഇത്രയും ഭീകരമായിട്ട് പറ്റിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എന്തായാലും പോലീസ് വരട്ടെ, അവര് തന്നെ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. ബാലുമോനെ, അച്ഛന്റെ ജീവിതം ഒരിക്കൽ കൂടി ഇല്ലാതാക്കരുത്. നന്മയുടെ വഴിയെ നടന്നു തുടങ്ങുക അച്ഛൻ. എനിക്ക് സാഹിത്യം ഒന്നും കേൾക്കണ്ട. ഭാര്യയും ഭർത്താവും ചേർന്ന് മക്കളെയും മരുമക്കളെയും ക്ലീൻ ആയിട്ട് പറ്റിക്കുകയായിരുന്നു.
സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വരുമ്പോ എടുത്തോണ്ട് ഓടുന്നതിന് പിന്നിൽ ഇതായിരുന്നു അല്ലേ? ഹ്, എന്തൊക്കെ പച്ച കള്ളങ്ങളായിരുന്നു ഞങ്ങളോട് അമ്മ പറഞ്ഞത്. ആശുപത്രി ക്യാൻറ്റീനിൽ ഫുഡ് കൊടുക്കുന്നു, കാറ്ററിംഗിന്റെ ആൾക്കാർ വരുന്നു. ഹ്, അങ്ങനെ എന്തൊക്കെ കള്ളങ്ങളാ അമ്മേ. ഇത് കാരണമാ നാട്ടുകാരുടെ സദ്യയും കുളമായി കിട്ടിയത്. ഹ്, രണ്ടുപേരും കൂടെ ചേർന്ന് എന്താ പ്ലാൻ ചെയ്യുന്നത്? മോഷണമാണോ, കള്ളക്കടത്തോ, അതോ ഗുണ്ടായിസോ? അല്ല, ഈ മഹാനെ ജയിലിലിട്ടത് ഇതിന്റെയൊക്കെ പേരിലായിരുന്നല്ലോ. ഹ, എന്നിട്ട് ഞങ്ങളെയൊക്കെ പറ്റിക്കാൻ വീട്ടിലൊരു ഫോട്ടോയും വെച്ച് അതിലൊരു മാലയും ഇട്ടു. നാട്ടുകാരോട് മുഴുവൻ അച്ഛൻ മരിച്ചു പോയിന്നാ പറഞ്ഞിട്ടുള്ളത്. എവിടെയോ തടി പോലെ ഇരുന്നിട്ട് രണ്ടുപേരും കൂടി എല്ലാരെയും പറഞ്ഞു പറ്റിക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞോ? നീ പറഞ്ഞു തീർന്നു. എന്നോട് സംസാരിക്കരുത്. ഞങ്ങളുടെ ജീവിതം താറുമാറാക്കിയിട്ട് പോയ ആളാ. എല്ലാവരും പച്ച പിടിച്ചു തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോ അങ്ങ് പ്രത്യക്ഷപ്പെട്ടിരിക്കുക. മിണ്ടരുത്, മിണ്ടിപ്പോരുത്. ബാലു, ബാലു, ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിക്കട്ടെ. വേണ്ടപ്പൂ, ഈ രണ്ടുപേരോട് സംസാരിക്കാൻ കൊള്ളില്ല. ക്രൈം ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ്. കുറ്റവാളിയെ രക്ഷിക്കുന്നു. രാവിലെ കുളിച്ചൊരുങ്ങി എന്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത് ഇങ്ങനെയുള്ള കെട്ടിയോനെ കാണാനായിരുന്നു. ദൈവത്തിന്റെ സ്ഥാനത്തല്ല, അതിനും മുകളിൽ കണ്ടിരുന്ന ആളാ. പക്ഷേ ഇപ്പൊ പാതാളത്തോളം താഴെയാ ഞാൻ സ്ഥാനം തരുന്നത്. എന്തായാലും ഞാൻ വിടാൻ പോകുന്നില്ല. പോലീസിനെ വിളിക്കാൻ പോവാ. പോലീസ് വരട്ടെ, രണ്ടുപേരെയും ചോദ്യം ചെയ്യട്ടെ. തല്ലുകയോ കൊല്ലുകയോ എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചെയ്ത് സത്യം പുറത്തുകൊണ്ട് വരട്ടെ. ബാലു, ഒരു മിനിറ്റ്, എനിക്കും സംസാരിക്കാൻ അവകാശമില്ലേ? ഈ അമ്മയുടെ മോളല്ലേ ഞാനും. എനിക്കൊന്ന് സംസാരിക്കണം. അമ്മ, എന്താ ഇതൊക്കെ? അമ്മ, അമ്മ, മോനെ, ഞാൻ പറയാം. അവരുടെ മോളോട് ഇതൊന്ന് കേൾക്കണം. മോളോട് കൂടിയാ ഞാനിത് പറയുന്നത്. ബാലു പറഞ്ഞതൊക്കെ സത്യമാ. ഞാനൊരു ഉത്തരവാദിത്തമില്ലാത്തവനായിരുന്നു, കുഴപ്പക്കാരനായിരുന്നു, കുറ്റവാളിയായിരുന്നു. അങ്ങനെ ഞാൻ ജയിലിലായി. പക്ഷേ ജയിൽ ജീവിതം എന്നെ മാറ്റി, എന്നെ മറ്റൊരു മനുഷ്യനാക്കി. എന്റെ സെല്ലിൽ ഒരു ക്രിസ്ത്യൻ ഫാദറായിരുന്നയാൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷയേറ്റ് കിടന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ എന്നെ നന്നായി സ്വാധീനിച്ചു. ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതിനിടയ്ക്ക് ജയിലിൽ ഒരു തീപിടുത്തമുണ്ടായി. അന്നതൊരു വാർത്തയായിരുന്നു. ആ തീയിൽപ്പെട്ട് എന്റെ ഒരു സഹതടവുകാരൻ മരിച്ചു. ആ ജയിലിൽ നിന്നും അന്ന് 5 പേർ രക്ഷപ്പെട്ടിരുന്നു. അതിലൊരാൾ ഞാനായിരുന്നു. പക്ഷേ എല്ലാവരും കരുതിയത് ജയിലിൽ തീപിടിച്ച് മരിച്ചത് ഞാനെന്നായിരുന്നു. ഇതിനിടയിൽ തന്നെ എന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിരുന്നു. എനിക്കെതിരെ ഇപ്പോ അന്വേഷണമോ കേസോ ഒന്നും തന്നെ ഇല്ല. ജയിലിൽ നിന്നിറങ്ങിയത് മുതൽ എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നു, എന്റെ ഭാര്യയും മക്കളെയും കാണണം. അതിനുവേണ്ടി ഞാൻ അലഞ്ഞു, സുധാമണിയെ വിളിച്ചു. ഇപ്പോൾ ബാലു പറഞ്ഞതുപോലെ
എന്നെ ആട്ടി ഓടിക്കുകയായിരുന്നു സുധാമണി ചെയ്തത്. പക്ഷേ എനിക്ക് നിങ്ങളെ വിട്ടുപോകാൻ പറ്റില്ലായിരുന്നു. മോന്റെയും അപർണ മോളുടെയും കല്യാണത്തിന് ഞാൻ വന്നിരുന്നു. എന്റെ മോൻ ഗ്രഹനാഥനാകാൻ പോകുന്നത് എനിക്ക് കാണണമായിരുന്നു. ബാലുവിന്റെ കയ്യിൽ നിന്നും ദക്ഷിണ വാങ്ങണമെന്നും ഉണ്ടായിരുന്നു. അത് സാധിച്ചില്ല. ഞാൻ പാവ സുധാമണിക്ക് സ്വൈര്യം കൊടുക്കാതെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരാഴ്ചയ്ക്ക് മുന്നേ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ സുധാമണിയെ ഒരു കാർ അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു. അങ്ങനെയാണ് എനിക്ക് പരിക്കേറ്റ് ഇവിടെ വന്നത്. വേറെ നിവൃത്തിയില്ലാതെ സുധാമണി എന്റെ കൂടെ നിന്നു. എനിക്ക് പോകാൻ ഒരു ഇടമില്ല മക്കളെ. അലഞ്ഞലഞ്ഞ് മതിയായി. കുറച്ചു ദിവസം എനിക്ക് നിങ്ങളോടൊപ്പം താമസിക്കണം. എന്നിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. പഴയ കുടുംബജീവിതം ഒന്ന് അനുഭവിക്കാൻ വേണ്ടി കുറച്ചു ദിവസം ഞാൻ നിങ്ങളോടൊപ്പം ഒന്ന് താമസിച്ചോട്ടെ. പറ്റില്ല. കുടുംബത്തെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ പാവ അമ്മ ഞങ്ങളെ എങ്ങനെ വളർത്തിയെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോ വീട്ടിൽ താമസിക്കണം അല്ലേ? ഇപ്പോ കുടുംബത്തിന്റെ സന്തോഷം അറിയണം അല്ലേ? കുടുംബത്തിന് സന്തോഷം കൊടുത്തിട്ടില്ല. കുടുംബത്തെ സന്തോഷിപ്പിക്കണം അല്ലേ? മനസ്സില്ല. പോയി പണി നോക്കിയാ മതി. എടാ ബാലു, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടെ വീട്ടിൽ വരുമടാ. നിന്നെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. മോളെ, എന്നെ കൈവിടരുതെന്ന് പറ മോളെ. സുധാമണി, നീ ഒന്ന് പറ. അമ്മേ, എനിക്കൊന്നും പറയാനില്ല. എന്റെ മൂത്ത മോൻ തീരുമാനിക്കുമല്ല. വളരെ ശരിയാ അവൻ പറഞ്ഞ കാര്യങ്ങൾ. മോളെ, എന്നെ ഉപേക്ഷിക്കരുത്. അയ്യോ, എന്റെ കാല് പിടിക്കുന്നോ? എന്റെ മൂത്ത മോളാണ് നീ. നീയെങ്കിലും എന്നോട് കരുണ കാണിക്കണം. ബാലു, അമ്മ ഒരു മിനിറ്റ് വാ. അമ്മ, ഇത് വളരെ സെൻസിറ്റീവ് സംഭവം. അദ്ദേഹം പറയുന്നത് തെറ്റോ ശരിയോന്നൊന്നും നമുക്കറിയാൻ വയ്യ. തൽക്കാലം അത് വിശ്വസിക്കാം. അത്രേ നമുക്കിപ്പോ ചെയ്യാൻ പറ്റൂ.